ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും 2025 എന്ന് പറയുന്ന പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ഈ പുതുവർഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പുതുവർഷം നമ്മളുടെ ഇടയിൽ കടന്നു വരുമ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും നന്നാകണം എന്ന് തീരുമാനമെടുക്കുന്ന വർഷമായിരിക്കും ഓരോ പുതുവർഷം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉദാഹരണത്തിന് ജിമ്മിന് പോവുക, അല്ലെങ്കിൽ അസ്തമിച്ച് കിടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത് ഒരു പുതുവർഷമാകുമ്പോഴായിരിക്കും. ഇനി അതല്ല, നിരന്തരം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത വർഷം മുതൽ ഇനി എല്ലാം നിർത്തി അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അതിനൊന്നും കൂടുതൽ ആയുസ് ഉണ്ടാകാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടാവാനുള്ള കാരണമെന്ന് മഹാനായ ബൂസൂരി ഇമാം പറയുന്നത്, വന്നഫുസു കത്തിഫിലി ഇൻ തുഹിമിൽഹു ഷബ്ബാല ഹുബിർ റല ഇവ ഇൻ തഫ്തിംഹു യംഫത്തിമി. മഹാനായ ബൂസൂരി ഇമാം പറയുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മുല കുടിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെയാണ്. അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് വിട്ടുകൊടുത്താൽ വളർന്നാലും ആ സ്വഭാവം അവൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ഉദാഹരണത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാനായ ബൂസൂരി ഇമാം പറയുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുക എന്നാണ്. നല്ലൊരു മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിച്ചാൽ നല്ലൊരു ജീവിത നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ നല്ല തീരുമാനത്തിനും അധികകാലം ആയുസ് ഉണ്ടാവുകയില്ല.